സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അപ്പോസ്തല പ്രവൃത്തികൾ 16 അധ്യായം 28 വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ പൗലോസ്, നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിനക്കു തന്നെ ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ പറയുന്നത്? നിനക്കു നീ തന്നെ ദോഷം ചെയ്യരുത്, നിന്നെ നീ തന്നെ നശിപ്പിക്കുവാൻ പാടില്ല. ഇവിടെ സംഭവം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വ്യക്തി, ഇവിടെ ഒരു കാരാഗൃഹ പ്രമാണിയെ കാണാൻ കഴിയും. ജയിലിലെ അധികാരമുള്ളതായ ഒരു വ്യക്തിയാണ്. ആ അധികാരിയോട് പൗലോസ് പറയുകയാണ്, എന്തുകൊണ്ടെന്നാൽ മക്കദോനിയ എന്ന സ്ഥലത്തേക്ക് സുവിശേഷവുമായിട്ട് പോകാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിച്ചു. ദൈവത്തിന്റെ ആത്മാവ് അവനെ പ്രേരിപ്പിച്ചു. മറ്റെവിടേക്കോ പോകണമെന്ന് അവൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അവനെ അനുവദിച്ചില്ല അങ്ങോട്ട് പോകാൻ. ദൈവത്തിന്റെ ആത്മാവ് അവനെ നിർബന്ധിച്ചു. ഞങ്ങളുടെ കൺവെൻഷൻ നിങ്ങളുടെ സ്ഥലത്ത് വയ്ക്കാൻ വേണ്ടി നിങ്ങൾ അഭ്യർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ ഏതോ ദേശത്താണ് കൂടുതൽ ആളുകൾ വരുന്നത്, കൂടുതൽ പണം കിട്ടുന്നത്, അതൊന്നും ഞങ്ങൾ ആലോചിക്കത്തില്ല. ദൈവം എങ്ങോട്ടാണ് വിടുന്നത് അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതാണ് ഞങ്ങളുടെ ആശ. അനേകം ദിവസങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ച് ദൈവം പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത്. ദൈവം എവിടേക്കാണ് അയക്കുന്നത് അവിടെയാണ് മീറ്റിംഗ് സംഘടിപ്പിക്കേണ്ടത്. നമുക്കിഷ്ടമുള്ള സ്ഥലത്തല്ല മീറ്റിംഗ് വെക്കേണ്ടത്. ദൈവം പറയുന്ന സ്ഥലത്ത് മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ അവിടെ വലിയ ഫലം കാണുവാനിടയാകും. പൗലോസും ശീലാസും ദൈവം പറഞ്ഞതനുസരിച്ച് മക്കദോനിയയിലേക്ക് ചെന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിച്ചത് നോക്കുക. വലിയ ആവശ്യത്തിലായിരുന്നതായ ചില ആത്മാക്കൾ, ആയിരക്കണക്കിന് ആളുകളൊന്നുമില്ലായിരുന്നു, കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ലുദിയ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളൊരു സത്യാന്വേഷി ആയിരുന്നു. യഥാർത്ഥ ദൈവമാരാണെന്നറിയില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല, എങ്ങനെയാണ് രക്ഷിക്കപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ച് യാതൊരു ആശയവുമില്ല. എന്നാൽ അവൾ ദൈവത്തെ അന്വേഷിക്കുന്നതായി ഒരു സ്ത്രീയായിരുന്നു. അവിടെ കുറച്ച് സ്ത്രീകൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പ്രേരണ ലഭിച്ചിട്ട് ആ ചർച്ചിലേക്ക് പോകാനല്ല പറഞ്ഞത്, ആ നദിയുടെ തീരത്തേക്ക് പോകാനാണ് പറഞ്ഞത്. അങ്ങനെ പ്രേരണ ലഭിച്ച് നദിയുടെ തീരത്തേക്ക് ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ആളുകളോട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാനിടയായി. അപ്പോൾ ലുദിയായുടെ ഹൃദയം തുറക്കപ്പെടുവാനിടയായി. തന്റെ വീട്ടുകാരെല്ലാം രക്ഷയിലേക്ക് അവൾ നടത്തി. അവളുടെ വീട് തന്നെ പ്രാർത്ഥനാ സ്ഥലമാക്കി മാറ്റി. ഒരു സ്ത്രീ അവൾ മാറുവാനിടയായി. അവളൊരു ക്രിസ്ത്യാനിയായിരുന്നില്ല, എന്നാൽ അവൾ ദൈവത്തെ അന്വേഷിക്കുന്ന സ്വഭാവമുള്ളവളായിരുന്നു. ദൈവത്തിന്റെ വചനം കേട്ട സമയത്ത് അവളുടെ ഹൃദയം തുറക്കപ്പെടുവാൻ ഇടയായി. പിന്നീട് ആ നാട്ടിൽ കൂടി പൗലോസും ശീലാസും പോകുന്നതായ സമയത്ത് ഭൂതം ബാധിച്ചതായ ഒരു സ്ത്രീ അവരെ കണ്ടിട്ട്, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെ, ദാസന്മാരെ എന്ന് വിളിച്ചു പറയുകയാണ്. ഇവർ നിങ്ങൾക്ക് രക്ഷയുടെ മാർഗം ഉപദേശിച്ചു തരും എന്ന് ആരാണ് പറയുന്നത്? ഭൂതം പറയുകയാണ്. ഭൂതങ്ങൾക്കറിയാം ദൈവം ആരാണെന്ന്. ഭൂതങ്ങൾക്കറിയാം ദൈവദാസന്മാരാണെന്ന്. കള്ളപ്രവാചകന്മാർ ആരാണെന്ന്, യഥാർത്ഥ ദൈവദാസന്മാർ ആരാണെന്നും ഭൂതങ്ങൾക്ക് അറിയുവാൻ കഴിയും. യേശു ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ പറയുമ്പോൾ ഭൂതങ്ങൾ പറയുന്നു, ഭൂതങ്ങൾ പോലും യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിന്റെ വിശ്വാസം എന്താണ്? നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ പൗലോസിന് കോപം വന്നു. എന്തുകൊണ്ടാണ് കോപം വന്നത്? നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് സന്തോഷിക്കുകയല്ലേ, പുകഴുകയല്ലേ? വീഡിയോ ഒക്കെ എടുക്കേണ്ടതല്ലേ? നാട്ടുകാർക്ക് മുഴുവനും കാണിച്ചു കൊടുക്കണ്ടേ? മിണ്ടാതിരിക്കൂ. ഇവിടെ പൗലോസ് പറയുന്നു, മിണ്ടാതിരിക്കൂ, നീ മിണ്ടാതിരിക്കൂ. നീ എന്തിനാണ് എന്നെ പുകഴ്ത്തി പറയേണ്ടത്? നിന്റെ വായിൽ നിന്നല്ല ഞാൻ കേൾക്കേണ്ടത്. എന്നെ പുകഴ്ത്തേണ്ടത് എന്റെ കർത്താവാണ്. ഭൂതങ്ങളാൽ എനിക്ക് പുകഴ്ത്തപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ആ ഭൂതത്തിനെ ശാസിക്കുവാനിടയായി. അങ്ങനെ ഭൂതം വിട്ടുമാറിയപ്പോൾ ഇവിടെ വെച്ചിട്ട് ലക്ഷണം പറഞ്ഞതായ ആളുകൾക്ക് നഷ്ടം വന്നു. അവർ കോപത്തോടെ ഇവരെ പിടിച്ചുകെട്ടുവാനിടയായി, ഇവരുടെ മേൽ കുറ്റം ആരോപിക്കുവാനിടയായി. അങ്ങനെ ആ രാത്രി അവരെ ബന്ധിച്ചിട്ട് തടവറയിലാക്കാനിടയായി. അബ്ബാ, ദൈവദാസന്മാർക്ക് കഷ്ടതയുടെ സ്തുതി എപ്പോൾ വരുമെന്നറിയില്ല. എന്നാൽ കഷ്ടത അനുഭവിച്ചുകൊണ്ട് എത്ര ദൈവദാസന്മാരായിട്ട് നിൽക്കുമെന്ന് എനിക്കറിയില്ല. എന്താണ് യഥാർത്ഥമായ ദൈവദാസൻ ആരാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും പാസ്റ്റർമാരാണ്. എല്ലാവർക്കും വചനം പറയണം, എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യണം, എല്ലാവർക്കും ഭൂതങ്ങളെ അഴിക്കണം, എല്ലാവർക്കും പാട്ട് പാടണം, എല്ലാവർക്കും പ്രവചനം ചെയ്യണം. ശരിയാണ്, നടത്തിക്കോളൂ. മത്സരത്തിൽ കൂടിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നു. എന്നാൽ ഒരു ദിവസം വരും,
നിങ്ങൾ ആരാണെന്ന് ഞാൻ അറിയുന്നില്ല. എന്താ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയില്ലേ, ഞങ്ങൾ പ്രവചനങ്ങൾ നടത്തിയില്ലേ, TV പ്രോഗ്രാമുകൾ ചെയ്തില്ലേ? ദുർമാർഗികളെ, നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമോ എന്നുള്ളതായ ഭയമാണ് എൻ്റെ ഹൃദയത്തിനുള്ളിൽ എപ്പോഴും. 42-43 വർഷങ്ങളായിട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും തെറ്റുപറ്റിപ്പോയാൽ ഇതെല്ലാം നഷ്ടമായിട്ട് പോകും. അന്ത്യം വരെയും വിശ്വസ്തനായിരിക്കുക എന്നാണ് പറഞ്ഞത്. എന്നുള്ളതായ ഭയത്തോടുകൂടിയാണ് അവൻ്റെ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവവേല എന്ന് പറയുന്നത് തമാശയല്ല. യഥാർത്ഥ ദൈവ വേലയെന്ന് പറയുന്നാൽ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുന്നതാണ്. യഥാർത്ഥമായ ദൈവത്തിന്റെ വേലയെന്ന് പറഞ്ഞാൽ നിന്ദയും അപമാനവും കഷ്ടതയും നഷ്ടവുമൊക്കെ സഹിക്കുന്നതാണ്. ആ പിശാചിനാൽ പിടിക്കപ്പെട്ട ആളിനെ വിടുവിച്ചപ്പോൾ അവർക്ക് പകരമായി എന്താണ് ലഭിച്ചത്? ക്രൂരമായ പീഡനങ്ങളായിരുന്നു. അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയിട്ട് അവരെ അടിക്കുവാനിടയായി, അവരുടെ കൈകാലുകൾ പൊട്ടിക്കുവാനിടയായി, അവരുടെ കൈകളും കാലുകളും ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അങ്ങനെ ആ ഇടുങ്ങിയതായ മുറിക്കുള്ളിൽ, ആ തടവറയ്ക്കുള്ളിൽ കൈകൾ കാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് പൗലോസിനെയും ശീലാസിനെയും വിട്ടു. അവർ എന്ത് ചെയ്തു? നാം ആണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എന്താണ് ദൈവമേ, നിന്റെ വേല ചെയ്തപ്പോൾ എനിക്ക് പകരം ഇതാണ് കിട്ടുന്നത്. ചെറിയൊരു കഷ്ടത വന്നാൽ മതി, ഇപ്പോൾ ആളുകൾ എത്രമാത്രം നിരാശപ്പെട്ടു പോകുമെന്നറിയാമോ? മദ്രാസിൽ ഞങ്ങളുടെ സഭയിലൊരു സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ദാസനാണ്. നല്ലൊരു വിശ്വസ്തനായ വിശ്വാസിയാണ്. അയാൾ വീണിട്ട് കൈ ഒടിയാനിടയായി. കുറേ ദിവസം കൈ കെട്ടിവെക്കാനിടയായി. എന്നാൽ ചർച്ചിൽ വരാതെ ഇരുന്നില്ല. ദൈവം എന്നെ രക്ഷിക്കുവാനിടയായി, കൈക്ക് മാത്രമല്ലേ കുഴപ്പമുള്ളൂ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ആയിരുന്നു. എന്നാൽ പിന്നീട് കാലൊടിയുവാനിടയായി. കാലൊടിഞ്ഞിട്ടും വടിയൊക്കെ വെച്ച് കെട്ടി വടിയൂന്നി സഭയിൽ വന്നു. എങ്കിലും ദൈവത്തോട് യാതൊരു നീരസമോ വെറുപ്പോ കാണിച്ചില്ല. ആ ജനുവരി മാസമായ സമയത്ത് എന്നോട് പറയുവാനിടയായി, ബ്രദർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ജീവനോടെ ആയിരിക്കുന്നു. ദൈവം എനിക്ക് ആരോഗ്യം നൽകിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, വടി ഉപയോഗിച്ചാണ് ഇപ്പോഴും നടക്കുന്നത്? അത് ഇടയ്ക്കിടയ്ക്ക് വേദന വരും, അപ്പോൾ വടി ഉപയോഗിച്ച് നടക്കാനിടയാകും. ഞാൻ പറഞ്ഞു, ആ വടി മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. അദ്ദേഹം പിന്നീട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഒരു വെള്ളി ഗ്ലാസ് എനിക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ബ്രദർ, നിങ്ങളിതിൽ പാൽ കുടിക്കണം എന്ന്. അന്ന് ആ ഭാര്യയും ഭർത്താവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി പറഞ്ഞതായ സാക്ഷ്യവാചകങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അലയടിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ടായി, കാലൊടിഞ്ഞു, എങ്കിലും അവർക്ക് ദൈവത്തോട് നീരസമുണ്ടായില്ല. കർത്താവിനെ സ്തുതിച്ചു, മഹത്വപ്പെടുത്തി. എന്നാൽ കുറേ ദിവസം കഴിഞ്ഞ് അടുത്തതായിട്ട് വീണ്ടും രണ്ടാമത്തെ കാലും ഒടിഞ്ഞു പോകുവാൻ ഇടയായി. എന്നിട്ട് ഹോസ്പിറ്റലിൽ സർജറി ചെയ്യുകയാണ്. ദൈവത്തിന് മറ്റാരെയും കിട്ടിയില്ലേ കാലൊടിച്ച് കളയുന്നതിന് വേണ്ടി? ഇവനെ മാത്രമേ കാലൊടിച്ച് കളയാൻ കിട്ടിയുള്ളൂ. ആ മീറ്റിംഗ് വരാത്ത ഒരുത്തനുണ്ട്, അവൻ്റെ കാലൊടിച്ച് കളയത്തില്ലായിരുന്നു. വഴക്കുണ്ടാക്കുന്ന ഒരുവനുണ്ടല്ലോ, അവൻ്റെ കാലൊടിക്കത്തില്ലായിരുന്നു. ദൈവത്തിൻ്റെതായ ആ ശക്തിയെ, അവൻ്റെ മേലുള്ള വിശ്വാസത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ദൈവം കഷ്ടത അനുവദിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ചെറിയൊരു കഷ്ടം വന്നാൽ മതി, അപ്പോൾ തന്നെ ആളുകൾ ദൈവത്തിനെതിരെ തിരിയാനിടയാകും. ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാൽ മതി, ദൈവവേല ചെറിയൊരു കഷ്ടം വന്നാൽ മതി, ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാൽ മതി, അപ്പോൾ തന്നെ എന്താണ് ദൈവം ഈ കാണിക്കുന്നത്? ഞാൻ ഇത്രമാത്രം വിശ്വസ്തയോടെ ദൈവവേല ചെയ്തിട്ടും ആരോ എന്നെ കള്ളപ്രവാചകനാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. ഞാൻ തെറ്റിപ്രിയനാണെന്ന് പറയുന്നു. ഞാൻ പണത്തിന് വേണ്ടി വരുന്നെന്ന് പറയുന്നു. ഞാൻ ഇനി ദൈവവേല ചെയ്യത്തില്ല. അതെന്താണ്? ആരെന്ന് പറഞ്ഞാൽ എനിക്കെന്താണ്? ആരെന്ത് പറഞ്ഞാലും എനിക്കെന്താണ്? എന്നെയും ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ആളുകൾ എന്നോട് പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒരുപാട് മീറ്റിങ്ങുകളുണ്ടായിരുന്നു, ഒരുപാട് വിമർശനങ്ങളൊക്കെ കേൾക്കാനിടയായി. അങ്ങനെ ഒരുപാട് കുറ്റം പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. എന്നും പറഞ്ഞ് ഈ വർഷം ഞാൻ ഇനി മീറ്റിംഗ് വെക്കത്തില്ല. എന്തിനാണ് വെക്കേണ്ടത് മീറ്റിംഗ്? ദൈവം പറഞ്ഞു, നീ പോയി മീറ്റിംഗ് വെക്കടാ എന്ന്. ഞാനാണെങ്കിൽ അങ്ങനെ സ്വയം ചെയ്യുകയില്ലായിരുന്നു. ഇതൊരു പോരാട്ടമാണ്. മീറ്റിംഗ് എല്ലാം നന്നായിട്ട് നടക്കണം. ആർക്കും അപകടമുണ്ടാകാൻ പാടില്ല, ആർക്കും ദോഷമുണ്ടാകാൻ പാടില്ല. ഇത് പോരാട്ടത്തോടുള്ളതാണ്. വളരെ ഭാരത്തോടു കൂടിയാണ് ഈ മീറ്റിംഗിൽ സംഘടിപ്പിക്കുന്നത്. ഇതൊരു തമാശയല്ല. ഇത് ഞങ്ങളെ സംബന്ധിച്ചൊരു യുദ്ധമാണ്. ഈ യുദ്ധം ജയിക്കുന്നവരെ നാം മുഴങ്കാലിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. ഞാൻ മീറ്റിംഗ് വരുമ്പോൾ സഭയോട് പറയാനിടയാകും, നിങ്ങൾ മീറ്റിംഗ് അവസാനിക്കുന്നതുവരെ മുഴങ്കാലിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ മുഴങ്കാലിൽ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്കിവിടെ ജയം നേടുവാനും പിശാചിനെ തകർക്കുവാനും കഴിയുകയുള്ളൂ. കഷ്ടത വരുമ്പോൾ കർത്താവിനെ വിട്ടുമാറുന്നവൻ ഒരിക്കലും ക്രിസ്ത്യാനിയല്ല. ലാഭങ്ങൾക്ക് വേണ്ടി കർത്താവിനെ വിശ്വസിക്കുന്നവൻ അവൻ വിശ്വാസിയല്ല. എന്നാൽ ഇന്നുള്ളതായി ഉപദേശകന്മാർ മാറിപ്പോയിരിക്കുന്നു. അവർ പറയുന്നു, യേശുവിൽ വിശ്വസിച്ചാൽ കഷ്ടതയുണ്ടാകില്ല, എല്ലാം നിനക്ക് ലാഭമായിരിക്കും, എല്ലാം മൾട്ടിപ്പിളായിട്ട് മാറുവാനിടയാകും. ഇത് ശരിയായ ഉപദേശം അല്ല. കഷ്ടതയിൽ യേശുവിൽ നിന്ന് വിട്ടുമാറാതിരിക്കുവാൻ കഴിയുമോ? കഷ്ടതയിലും യേശുവിനോട് ചേർന്ന് നിൽക്കുമോ? പൗലോസും ശീലാസും ആ തടവറയിൽ എന്താണ് ചെയ്യുന്നത്? കർത്താവിനെ ആരാധിച്ച് പാട്ടുപാടി സ്തുതിക്കുകയാണെന്നാണ്. ശരീരത്തിൽ കൂടി രക്തമൊഴുകുമ്പോൾ, കൈകാലുകൾ വേദനിക്കുമ്പോൾ, ആ സമയത്ത് ഇങ്ങനെയുള്ള ജീവിതം എന്തിനാണ് എനിക്ക്? ശീലാസെ, നീ എന്നെ അഴിച്ചുവിടുക, ഞാൻ നിന്നെ അഴിച്ചുവിടാം. നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്നതായ ആ വലിയ തടിയില്ല, തടിയെടുത്ത് നമ്മുടെ തലക്കിട്ടടിച്ചിട്ട് നമുക്ക് തന്നെ ഇവിടെ കിടന്ന് മരിക്കാം. ഇവിടെ നിന്ന് വെളിയിൽ പോകാതെ എന്ത് ചെയ്യാൻ കഴിയും? അവർ അങ്ങനെ വിചാരിച്ചോ? എന്താണ്?
അനേകം ആളുകൾ ഈ കാലത്ത് ചെറിയൊരു കഷ്ടത വന്നാൽ അവരുടെ വായിൽ വരുന്ന വാക്കെന്താണെന്നറിയാമോ? മരിച്ചേക്കാം. എന്താണ്? മരിച്ചു കളയാം. ഒന്നിനും കൊള്ളാത്ത ഈ ജീവിതം, ഒരു ഗതിയുമില്ലാത്ത ജീവിതം, എന്തിനാണ് ഇങ്ങനെ മുൻപോട്ട് പോകുന്നത്? എങ്ങനെയെങ്കിലും മരിച്ചു കളഞ്ഞേക്കാം. ഇനി അവർ അങ്ങനെ വിചാരിച്ചില്ലെങ്കിലും നിങ്ങൾ ഉപദേശം കൊടുക്കാം. ഇനി എന്തിനാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അത് കേട്ട് അവർ തന്നെ പോയി മരിക്കുവാൻ ഇടയാകും. അത് കഴിഞ്ഞിട്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് എന്താണ് കാര്യമുള്ളത്? അങ്ങനെ മരിക്കാൻ വേണ്ടിയാണോ ദൈവം നമ്മെ സൃഷ്ടിച്ചത്? നാം ജീവിക്കണം. നാം ജീവിച്ചിരുന്നിട്ട് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് അവൻ പറഞ്ഞു. ആ ഭക്തൻ മരിക്കൂ മരിക്കൂ എന്നത് പിശാചിന്റെ പാട്ടാണ്. അവനറിയാം നാം കർത്താവിൽ വിശ്വസിക്കുന്നുവെന്നും നാം രക്ഷിക്കപ്പെടും എന്നും കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുമെന്നും അവസാനം നാം മരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുമെന്നും അവനോടൊപ്പം നിത്യമായിട്ട് വസിക്കുമെന്നും അവനറിയും. എത്രയും പെട്ടെന്ന് നമ്മെ കൊല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മെ കൊണ്ട് തന്നെ നമ്മെ കൊല്ലിക്കുകയാണെങ്കിൽ, നേരെ അവന് നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. നേരെ അവന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും, നരകത്തിലേക്ക്. നിനക്കു നീ തന്നെ ദോഷം ചെയ്യരുത്. അർദ്ധരാത്രി സമയത്ത് അവർ കർത്താവിനെ സ്തുതിച്ച് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുവാനിടയായി, ഭൂമിയിൽ പിളർപ്പ് വീഴാനിടയായി. എന്താണ്? ഞാൻ ഇടയ്ക്കൊക്കെ അത് ചിന്തിക്കാറുണ്ട്. ഒരുപക്ഷെ അവർ ഈ പാട്ട് പാടിയിരുന്നിരിക്കാം. ദൈവത്തെ സ്തുതിക്കുക, ക്ടിങ് ടിങ് ടിങ് ക്ടിങ് ടിങ് ക്ടിങ്. എന്താണ്? ചങ്ങല. എന്താണ്? ബേസ്. കാരാഗ്രഹത്തിന്റെ വാതിൽ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ തുടങ്ങി. എന്താണ്? സ്വർഗീയ ശക്തി അവിടേക്ക് ഇറങ്ങി വരുവാനിടയായി. ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീഴാനിടയായി. കാരാഗ്രഹത്തിന്റെ വാതിലിന്റെ താഴുകൾ ഇളകി വീഴാനിടയായി. അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. അപ്പോൾ ഉറങ്ങിക്കിടന്നതായ ജയിലർ ഞെട്ടി എഴുന്നേറ്റിട്ട് ഓടി വരുവാനിടയായി. വന്ന് നോക്കിയതായ സമയത്ത് നോക്കിയപ്പോൾ പ്രതികൾ കിടന്നതായ എല്ലാ കാരാഗ്രഹത്തിന്റെയും വാതിലുകൾ തുറക്കെ മലർന്നു കിടക്കുന്നു. അത് കണ്ടതായ അയാൾ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ കഥ കഴിഞ്ഞത് തന്നെ. റോമൻ ഭരണകൂടമെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റാണ് അവർ. ഒരു ചെറിയ കുറ്റകൃത്യത്തിന് പോലും വലിയ ശിക്ഷയാണ് അവർ കൊടുക്കാറുള്ളത്. അങ്ങനെയായിരിക്കുമ്പോൾ ഇത്രയും പ്രതികൾ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ജയിലർക്ക് വരുന്നതായ ശിക്ഷ അത് എത്ര വലിയതായിരിക്കും, എത്ര തീവ്രമായിരിക്കുമെന്ന് വിചാരിച്ച് അതിൻ്റെ ആ ചിന്തയിൽ അദ്ദേഹം സ്വന്തം കത്തിയെടുത്ത് തന്നെത്താൻ മരിക്കാനാണ് പരിശ്രമിച്ചത്. അങ്ങനെ തന്നെത്താൻ മരിക്കാൻ പോകുന്നതായ സമയത്താണ് പൗലോസ് പറയുന്നത്, നിനക്കു തന്നെ നീ ദോഷം ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന്. നിനക്ക് നീ ദോഷം ചെയ്യുവാൻ പാടില്ല. ആ കാരാഗൃഹ പ്രമാണി അതിശയിക്കുവാനിടയായി. കാരാഗൃഹമെല്ലാം തുറന്നു കിടക്കുകയാണ്. അപ്പോൾ സാധാരണ എന്താണ് സംഭവിക്കുന്നത്? പറയൂ, എന്ത് സംഭവിക്കും? കാരാഗൃഹത്തിൽ കിടക്കുന്ന കള്ളന്മാർ തടവറയുടെ വാതിൽ തുറന്നു കിടന്നാൽ അവിടെ നിൽക്കുമോ? അവിടെ കാണുമോ? അവർ കാണുമോ? അവർ ഓടിപ്പോകും, അവർ രക്ഷപ്പെടും. എന്നാൽ അവർ എല്ലാവരും അവിടെ തന്നെയുണ്ട്, ആരും പോയിട്ടില്ല. എന്താണ്? അവർക്ക് മാനസാന്തരം വന്നിരിക്കുന്നു, അവർക്ക് മാറ്റം വന്നിരിക്കുന്നു. അവരും പൗലോസിന്റെ ശീലാസിന്റെയും പാട്ട് കേട്ട്, അവർ പറയുന്ന വചനം കേട്ടിട്ട്, അവിടെ നടന്നതായ ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ടിട്ട് അവരുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം വന്നതുകൊണ്ട് ബന്ധനങ്ങൾ അഴിഞ്ഞിട്ടും കാരാഗൃഹം തുറന്നിട്ടുകൂടി അവർ ഓടിപ്പോയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിനക്ക് നീ ദോഷം ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ കാരാഗൃഹ പ്രമാണി പറഞ്ഞു, യജമാനന്മാരെ, രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്തു ചെയ്യണം? യജമാന, ഈ വലിയ ദൈവത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്തു ചെയ്യണം? പള്ളിക്ക് ചുറ്റി നടന്നു വരണം, 7 ആഴ്ച തുടർച്ചയായിട്ട് വരണം, 2 TV പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യണം, എന്താണ്, കുറെ പണക്കിഴികൾ കൊണ്ടുവരണം, എന്താണ്, കുറച്ച് നേർച്ചയൊക്കെ കഴിക്കണം, കുറച്ച് മെഴുകുതിരികൾ കത്തിക്കണം, ഒന്നുകൂടി ക്രൂശ് ചുമക്കണം. എന്താണ്, ഇതൊക്കെ പറഞ്ഞോ? ഇതൊന്നും അവർ പറഞ്ഞില്ല. ഇവയെല്ലാം ചെയ്യേണ്ടതായ ആവശ്യമില്ല. നിന്റെ പാപം പോകണമെന്നുണ്ടെങ്കിൽ ഇവയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിന്റെ പാപം ഓൾറെഡി തന്നെ കർത്താവ് ക്രൂശിൽ ക്ഷമിച്ചു തന്നിരിക്കുന്നു. ക്രൂശിൽ അവൻ രക്തമൊഴുക്കിയത് കൊണ്ട് നിന്റെ സകല പാപങ്ങളും ശാപങ്ങളും മാറിയിരിക്കുന്നു. നീ എന്താണ് ചെയ്യേണ്ടത്? അത് സ്വീകരിച്ചാൽ മാത്രം മതി. വിശ്വാസത്തോടുകൂടി യേശുക്രിസ്തുവിനെ അംഗീകരിച്ചാൽ മാത്രം മതി. എന്താണ് ചെയ്യേണ്ടത്? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. അപ്പോൾ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടുവാനിടയാകും. ഇന്ന് എത്രയോ ആളുകളാണ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷത്തിലും ഏതോ ഒരിടത്ത് ഏതോ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നുണ്ടായിരിക്കാം. താൻ മരിക്കുക മാത്രമല്ല, തൻ്റെ കുഞ്ഞുങ്ങളെയും വിഷം കൊടുത്ത് കൊല്ലുന്നുണ്ട്. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിട്ട് ഇനി നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, നമ്മുടെ ജീവിതം പോയി എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് മരിക്കുന്നു. എല്ലാ ദിവസവും ആത്മഹത്യ നടക്കുന്നു. നമ്മളെപ്പോഴും ന്യൂസുകൾ കാണാറുള്ളതല്ലേ? എല്ലാ ദിവസവും എവിടെയെങ്കിലുമൊക്കെ ആത്മഹത്യകൾ നടക്കുന്നു. നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെയുള്ള ചിന്തകൾ വരുന്നുണ്ടോ, വന്നിട്ടുണ്ടോ, ആലോചന വരാറുണ്ടോ?
നിങ്ങളെപ്പോഴും ആ വാക്കുകൾ പറയാറുണ്ടോ? ഞാൻ മരിക്കും മരിക്കും മരിക്കുമെന്ന് പറയാറുണ്ടോ? സ്തോത്രം സ്തോത്രം സ്തോത്രമെന്ന് പറയേണ്ട സ്ഥാനത്ത് എന്തിനാണ് മരിക്കണം മരിക്കണമെന്ന് പറയുന്നത്? എന്താണ്? ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ നന്ദിയോടെ നിങ്ങളായിരിക്കുക. നിന്നേക്കാൾ കഷ്ടതയിലായിരിക്കുന്നവരുണ്ട്, നിന്നേക്കാൾ ബുദ്ധിമുട്ടിൽ ആയിരിക്കുന്നവരുണ്ട്, നിന്നേക്കാൾ ഒരുപാട് വേദനയിലായിരിക്കുന്ന മനുഷ്യരുണ്ട്. ഞങ്ങൾക്ക് വരുന്നതായ ഫോൺ കോൾസുകൾ കേൾക്കുമ്പോൾ, അവരുടെ വിഷയങ്ങൾ അറിയുമ്പോൾ, ഏതെല്ലാം രീതിയിലാണ് ആളുകൾ ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുന്നത്, ഏതെല്ലാം കഷ്ടതയിൽ കൂടിയാണ് അവർ ദിനംതോറും കടന്നുപോകുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കും, നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ആ കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ പറയാറുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലാണ് ഏറ്റവും വലിയ കഷ്ടമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടം നിസ്സാരമാണെന്ന് തോന്നുന്നു. നിന്റെ കഷ്ടത കണ്ടിട്ട് നീ നിരാശപ്പെട്ടു പോകരുത്. നിനക്ക് കഷ്ടത വരും. ഇത് ബുദ്ധിമുട്ടും കഷ്ടതയുമുള്ളതായ ഒരു ലോകമാണ്, പിശാചിന്റെ ലോകമാണ്. ഈ ലോകത്തിന്റെ അധികാരി പിശാചാണ്. അവന്റെ അധീനതയിലായിരിക്കുന്ന ഈ ലോകം, അവൻ സകല ലോകത്തെയും വഞ്ചിക്കുകയാണ്. വഞ്ചിക്കുന്നതായ ഭക്തി, വഞ്ചിക്കുന്നതായ ഉപദേശങ്ങൾ, വഞ്ചിക്കുന്നതായ സംസാരങ്ങൾ, വഞ്ചിക്കുന്ന രീതികൾ, വഞ്ചനയുടെ സ്നേഹം, തകർക്കുന്നതായ സ്നേഹമാണ് അവൻ്റേത്. ലൗകികമായ വിഷയങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്നതായ രീതി. ഇങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ യേശുവിലേക്ക് നോക്കൂ. നിന്നെ സ്നേഹിക്കുന്ന കർത്താവ്, നിനക്ക് വേണ്ടി പ്രാണൻ നൽകിയതായ കർത്താവ്, നീ മരിക്കേണ്ട സ്ഥാനത്ത് നിനക്ക് വേണ്ടി മരിച്ച കർത്താവ്, നിന്നെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, നീ നിത്യ മരണത്തിൽ നിന്ന്, നിത്യ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുന്നതിന് വേണ്ടി. നമ്മുടെ മരണശേഷം മറ്റൊരു മരണമുണ്ട്, അത് നരകമാണ്. ആ മരണത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. നമുക്കുള്ള ഒരു മരണം ഈ ലോകത്തിൽ വെച്ച് സംഭവിക്കുന്നതാണ്. അതെപ്പോൾ സംഭവിക്കുമെന്ന് നമുക്കറിയാൻ കഴിയില്ല. ഒരു വിശ്വാസി എപ്പോഴും മരണത്തെ നേരിടുവാൻ ഒരുങ്ങിയിരിക്കേണ്ടതാണ്. എന്നാൽ തന്നെത്താൻ കൊല്ലുന്നതിന് വേണ്ടി, തന്നെത്താൻ നശിക്കുന്നതിന് വേണ്ടി, തനിക്കു താനെ ദോഷം വരുത്തുന്നതിന് ഒരിക്കലും ദൈവം നിന്നെ അനുവദിക്കുകയില്ല. ഇപ്പോൾ തന്നെ നിനക്കെതിരെ നീ ദോഷം ചെയ്തിരിക്കുകയാണോ? നിനക്കെതിരെ നാശം ചെയ്തിരിക്കുകയാണോ? പലപ്പോഴും നാം പറയാറുണ്ട്, ഭാര്യയെ കുറ്റപ്പെടുത്തി പറയാറുണ്ട്, നീ കാരണമാണ്, നീ കാരണമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. ഭർത്താവിനെ കുറിച്ച് പറയാറുണ്ട്, നിങ്ങളെ കെട്ടിയതിൽ പിന്നെയാണ് എന്റെ ജീവിതം ഇങ്ങനെയായതെന്ന്. എന്നാൽ അതിനു മുൻപ് ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിന്റെ ഭക്തി എങ്ങനെയുണ്ട്, നിന്റെ ജീവിതം എങ്ങനെയുണ്ട്, നിന്റെ സ്നേഹം എങ്ങനെയുണ്ട്, നിന്റെ പ്രവൃത്തികൾ എങ്ങനെയുണ്ടെന്നത്. അയാളുടെ ജീവിതം ശരിയല്ലേ, എന്നാൽ നിന്റെ ജീവിതം എങ്ങനെയാണ്? ഈ കാലത്ത് ഓരോരുത്തർ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുകയാണ്. യേശു അങ്ങനെയുള്ള ആളുകളെ സ്നേഹിക്കുകയാണ്. നിനക്കു നീ ദോഷം ചെയ്യരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതായ കഷ്ടതയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കും. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിലും നാളെ എന്തെങ്കിലും ദുഃഖം ഉണ്ടാകുമോ എന്ന് ആലോചിച്ച് ദുഃഖിക്കുന്ന അനേകം ആളുകൾ ഇന്നുണ്ട്. നാളെ കഷ്ടത വരുമോ എന്നോർത്തുകൊണ്ട് കരയുന്നതായ ആളുകൾ. ഒരു കൊച്ചു പെൺകുട്ടി വീടിന്റെ അരികിൽ നിന്ന് കരയുകയാണ്. കരയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പറയാണ്, ഞാൻ നാളെ വലുതാവുകയാണെങ്കിൽ എന്നെ കല്യാണം കഴിപ്പിക്കുമല്ലോ. കല്യാണം കഴിക്കും. കല്യാണം കഴിപ്പിച്ചതിന് ശേഷം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമല്ലോ. കുഞ്ഞുങ്ങളുണ്ടാകും. അപ്പോഴാ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നും പറഞ്ഞ് കരയുകയാണെന്ന്. എന്താണ്? അനേകം ആളുകൾ അങ്ങനെ ചിന്തിച്ച് പ്രശ്നം വരുത്തി വയ്ക്കുന്നുണ്ട്. നാളെയെക്കുറിച്ച് ആകുലപ്പെടരുത് എന്ന് കർത്താവ് പറയുവാനിടയായി. അന്നുള്ള ഭാരം അന്നത്തേക്ക് മതി. യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ആളുകൾക്ക് എപ്പോഴും സംതൃപ്തിയോടായിരിക്കാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങൾ എപ്പോഴും നിരാശയോടുകൂടി, എതിർപ്പോടുകൂടി സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥമായും വിശ്വാസികൾ അല്ല. എന്തൊക്കെ പറഞ്ഞാലും ചില ആളുകൾ പറയും, എന്താണ്, മീറ്റിംഗ് ആണോ? എത്ര കിട്ടും അവിടെ പോയാൽ? പ്രാർത്ഥിക്കാൻ കഴിയും. പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടും? ദൈവം അനുഗ്രഹിക്കുമോ? എന്തോ അനുഗ്രഹിക്കാനാ ദൈവം? എന്താണ്? എല്ലാം നെഗറ്റീവായിട്ടാണ് ചിലർ സംസാരിക്കുന്നത്. എല്ലാം എതിർപ്പോടുകൂടിയാണ് ചിലർ സംസാരിക്കുന്നത്. അങ്ങനെയുള്ളവരെ പിശാച് അവന്റെ കെണിയിൽ ആക്കിയിരിക്കുകയാണ്. നിനക്ക് തന്നെ നീ ദോഷം ചെയ്യരുത്. നിന്റെ ശരീരത്തെ നശിപ്പിക്കുന്നത് എന്താണെങ്കിലും ശരി, അത് കോപമാണെങ്കിലും, ദോഷമാണെങ്കിലും, അസൂയാണെങ്കിലും, വെറുപ്പാണെങ്കിലും, മദ്യപാനമാണെങ്കിലും, വ്യഭിചാരമാണെങ്കിലും. എത്രയോ ആളുകളുണ്ട് ഇന്ന്, യൗവനക്കാർ. ഫോണുകൾ വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രദേശത്ത് ഇത്രമാത്രം എയ്ഡ്സ് രോഗികൾ ഉണ്ടാകുന്നതിന്റെ കാരണം? ഈ കാലത്ത് എത്രയോ ആളുകളാണ് ആ രോഗം ബാധിച്ചിട്ട് സ്വയം ദുരിതം അനുഭവിക്കുന്നത്, തങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്നത്. രസത്തിനു വേണ്ടി ഒറ്റത്തവണയെ ഞാൻ അങ്ങനെ പോയിട്ടുള്ളൂ അണ്ണാ. ഒരു വേശ്യയുടെ അരികിലേക്ക് എൻ്റെ ഒരു കൂട്ടുകാരനാണ് കൂട്ടിക്കൊണ്ടുപോയത്. ഒറ്റത്തവണ ഞാൻ പോയിട്ടുള്ളൂ ബ്രദർ. എൻ്റെ ജീവിതം മുഴുവൻ ഇപ്പോൾ നശിക്കുവാനിടയായി. ഒറ്റത്തവണ മാത്രം രസത്തിന് വേണ്ടി പോയപ്പോൾ ഇതാ എനിക്കിപ്പോൾ എയ്ഡ്സ് വന്നിരിക്കുന്നു ബ്രദർ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ആരോടും ഇത് പറയാൻ കഴിയില്ല. വീട്ടിൽ പറഞ്ഞാൽ എൻ്റെ അമ്മ തകർന്നു പോകും, എൻ്റെ പിതാവിനെ ഇറക്കിവിടും, നാട്ടുകാരറിഞ്ഞാൽ നാണക്കേടാണ്. എൻ്റെ മാനസികമായ വേദന എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. അങ്ങനെ എത്രയോ ആളുകളുണ്ടെന്ന്. അല്പസമയത്തുള്ള പാപസുഖത്തിൽ അകപ്പെട്ട് തങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യുകയാണ്. എയ്ഡ്സ് രോഗത്തിനുള്ളതായ വലിയ ക്രൂരത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ഏത് രോഗം വന്നാലും അത് പ്രതിരോധിക്കുന്നതായ ചില കോശങ്ങളുണ്ട്. ദൈവം ഒരു സൈന്യമായിട്ട് വെച്ചിരിക്കുന്നതാണ്. രോഗപ്രതിരോധ ശക്തി
ഈ എയ്ഡ്സ് രോഗമെന്നത് ആ രോഗപ്രതിരോധ ശക്തിയെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും രോഗം വരികയാണെങ്കിൽ ആ രോഗത്തെ പ്രതിരോധിക്കുന്ന ശക്തി നിനക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എയ്ഡ്സ് രോഗം വന്നിരിക്കുന്ന വ്യക്തിക്ക് ഒരു പനി വന്നാലും, ചുമ വന്നാലും, അത് തലവേദന വന്നാലും, ത്വക്ക് രോഗം വന്നാൽ അതൊന്നും കുറയില്ല. കാരണം എന്താണ്? അകത്ത് പ്രതിരോധിക്കുവാനുള്ളതായ ശക്തി ഇല്ല. ജീവിതത്തിൽ പാപത്തിന് ഇടം കൊടുത്തുകൊണ്ട്, ലൈംഗിക പാപത്തിന് ഇടം കൊടുത്ത് കുടുംബങ്ങളെ, ജീവിതത്തെ, ഭാവിയെ നശിപ്പിക്കുന്നു. ഈ ദിവസം കർത്താവ് അങ്ങനെയുള്ളവരോട് പറയുകയാണ്, നിനക്ക് നീ ദോഷം ചെയ്യരുത്, ഞാൻ ജീവിക്കുന്നു. എനിക്കിന്ന രോഗമുണ്ട്, ഞാൻ എന്നെ തന്നെ നശിപ്പിച്ചതാണ്. എനിക്ക് എയ്ഡ്സ് രോഗമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ വിശ്വസിക്കുക. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാണ്. അങ്ങനെയുള്ള കർത്താവിൽ ആശ്രയിച്ച് വിശ്വസിച്ചിട്ട് വീണ്ടും ഡോക്ടറിന്റെ അടുക്കൽ ചെന്നിട്ട് പരിശോധിച്ച് നോക്കുന്നതായ സമയത്ത് അറിയാൻ കഴിയും അവരുടെ രക്തത്തിൽ നിന്ന് ആ രോഗം പൂർണ്ണമായി മാറിയിരിക്കുന്നു എന്ന്. ഇത് സത്യമാണ്. നീ എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും, മോശം നോക്കിയാണെങ്കിൽ വലിയ കോപിഷ്ഠനായിരുന്നു. അങ്ങനെയുള്ള വ്യക്തിയെ ദൈവം എന്താണ് ചെയ്തത്? വളരെ സൗമ്യതയുള്ളവനാക്കി മാറ്റി. എന്താണ്? വളരെ താഴ്മയുള്ള സൗമ്യതയുള്ളവനാക്കി മാറ്റി. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. പത്രോസ് എടുത്തുചാട്ടക്കാരനായിരുന്നു, ആലോചിക്കാതെ പ്രവർത്തിക്കുന്നവനായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യനെയാണ് ദൈവം ഒരു പാറയെപ്പോലെ സ്ഥിരമായി നിൽക്കുന്നതായ വ്യക്തിയായി ദൈവം മാറ്റിയത്. ദൈവം അത്ഭുതം ചെയ്യുവാനിടയാകും. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നിനക്കെതിരെ നീ ദോഷം ചെയ്തുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ദുശീലം ഉണ്ടെങ്കിൽ, മദ്യപാനത്തിന് അടിമയായി നിനക്ക് തന്നെ നാശം ചെയ്താലും, അത് നാടൻ ചാരായമാണെങ്കിലും അത് ഫോറിൻ വിസ്കി ആണെങ്കിലും ശരി. ചിലർ പറയാറുണ്ട് ഫോറിൻ ആണെന്ന്. ഒരു സഹോദരി ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഭർത്താവ് മരുന്ന് കുടിക്കുകയാണ്. അത് നല്ലതാണല്ലോ സഹോദരി എന്നപ്പോൾ പറയുകയാണ്, ആ മരുന്നല്ല ഇതെന്ന്, ഈ മരുന്നാണെന്ന്. അതെന്താണ്? ചാരായം കുടിച്ചിട്ട് അതിനും പറയുന്നത് എന്താണ്? ചില ആളുകൾ മരുന്ന് കുടിക്കുകയാണെന്നാണ്. അതെങ്ങനെ മരുന്നാകും? അത് മനുഷ്യനെ നശിപ്പിക്കുന്നതാണത്. തമിഴ്നാട്ടിലാണെങ്കിൽ തണ്ണി എന്നാണ് പറയുന്നത്. തണ്ണി അടിച്ചോ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ തണ്ണി എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളമാണ്. പച്ചവെള്ളം കുടിച്ചാൽ നല്ലതാണല്ലോ വിചാരിക്കുക. എന്നാൽ ആ തണ്ണിയല്ല. ഈ തണ്ണി എന്താണ്? ചാരായ തണ്ണി. എന്തൊക്കെയാണ്? തണ്ണി, മരുന്ന്, വിസ്കി, റമ്മ്, ഗിമ്മ്, ബ്രാൻഡി എന്തൊക്കെയോ പറയാറുണ്ട്. ഒരു പയ്യനെ കണ്ടപ്പോൾ ചോദിച്ചു, മോനെ നീ കുടിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇല്ല ബ്രദർ, ആര് പറഞ്ഞു? ഞാൻ കുടിക്കുന്നില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന വ്യക്തിയല്ല. ആരോ പറഞ്ഞല്ലോ നീ കുടിക്കുന്നതെന്ന്. അല്ല ബ്രദർ, അത് ആരോ പറഞ്ഞു ബീർ കുടിച്ചാൽ വണ്ണം വെക്കുമെന്ന്. അതാണ്. കൊള്ളാം. ബീർ അടിച്ചിട്ട് ഗീറിട്ടിട്ട്, ബീർ കുടിച്ച് തുടങ്ങിയിട്ട് പിന്നെ ഗിയർ ഇട്ടിട്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്യാനാണോടാ മോനെ? ജാഗ്രത. ഫംഗ്ഷന് പോകുന്ന സമയത്ത്, കല്യാണത്തിന് പോകുമ്പോൾ, കൂട്ടുകാരുടെ പാർട്ടിക്ക് പോകുന്ന സമയം അനേകം വിശ്വാസികൾ നശിച്ചു പോകുന്നുണ്ട്. നിനക്ക് ദോഷമാകുന്നവ ഉപേക്ഷിക്കുക. അന്ന് ദാനിയേൽ പറയാനിടയായി, ഈ വീഞ്ഞ് ഞാൻ രുചിച്ചു നോക്കുകയില്ല, രാജഭോജനത്തിൽ നിന്ന് ഭക്ഷിച്ച് എന്റെ ശരീരത്തെ ഞാൻ മലിനമാക്കുകയില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. വിശ്വാസിയായിട്ട് നീ കർത്താവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നിനക്ക് തന്നെ ദോഷം ചെയ്യുന്ന എന്താണെങ്കിലും ശരി, ദൈവം നിന്നെ വിടുവിക്കുവാൻ വേണ്ടി ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അതിൽ നിന്ന് നിനക്ക് വിടുതൽ പ്രാപിക്കണമെങ്കിൽ നീ മറ്റൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. നിനക്ക് വേണ്ടി യേശുക്രിസ്തു ചെയ്തതായ കാൽവരിയിലെ യാഗത്തെ വിശ്വസിച്ചുകൊണ്ട്, കർത്താവേയും ദുഷിച്ച ശീലത്തിൽ നിന്നും, എന്റെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതായ ഈ ദുശീലത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എന്ന് നീ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ, ഈ ദിവസം ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ അവൻ ചെയ്യും. ഒരുപക്ഷെ നിന്റെ മകനാകട്ടെ, മകളാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, ജീവിതത്തിൽ നാശത്തിന്റെ വക്കിലായിരിക്കുന്നുവെങ്കിൽ അവരെ ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ അവർ ഈ സന്ദേശം കേൾക്കുന്നില്ലെങ്കിലും നിങ്ങൾ ഇവിടെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ ദൈവം ഒരു അത്ഭുതം അവരുടെ ഹൃദയത്തിൽ ചെയ്യുവാനിടയാകും. ദയവ് ചെയ്ത് എല്ലാവരും തലകളെ വണക്കുക. നമുക്കെല്ലാം ഒരുമിച്ച് കർത്താവിനോട് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നിനക്ക് വേണ്ടി കഷ്ടത സഹിച്ചുകൊണ്ട് തന്റെ രക്തത്തെ അവൻ ഒരുക്കി. നിനക്ക് തന്നെ നീ ദോഷം ചെയ്യരുത്. നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രാണനെ തന്നിരിക്കുന്നു, നീ എനിക്ക് വേണ്ടി ജീവിക്കുക എന്ന് കർത്താവ് ഇന്ന് നിന്നോട് പറയുകയാണ്. സഹോദര, നീ യേശുവിലേക്ക് നോക്കുക. അല്പകാലമായ പാപത്തെ നീ സ്നേഹിച്ച് വേശ്യയുടെ അരികിൽ പോയിരിക്കുന്നുവോ? പരസ്ത്രീ ബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്നുവോ? അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ നീ പെട്ടിരിക്കുകയാണോ? ആരോടും പറയുവാൻ കഴിയാതെ, രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാൻ കഴിയാതെ നിരാശപ്പെട്ട് മരിച്ചു പോകാമെന്ന് വിചാരിക്കുകയാണോ? മരണമല്ല ഇതിൻ്റെ പരിഹാരം. യേശു കർത്താവ് നിന്നോട് ക്ഷമിക്കുന്നതിന് വേണ്ടി, കർത്താവ് നിന്നെ സഹായിക്കുന്നതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. തന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ ആ രക്തത്തെ നിന്റെ മേൽ അവൻ ഒഴുക്കിക്കൊണ്ട്
നിന്റെ ജീവിതത്തിലുള്ള സകല രോഗങ്ങളെയും കഴുകിക്കളയുവാൻ അവൻ ആശിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുക. കർത്താവിനോട് നീ പറയുക, വിശ്വസിക്കൂ. നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാണ്. യേശു എന്നെ സൗഖ്യപ്പെടുത്തുവാൻ ഇടയാകും. യേശു എന്നെ വിടുവിക്കുവാൻ ഇടയാകും. യേശു കർത്താവ് എന്നെ നടത്തുവാനിടയാകും. മരണത്തിൽ നിന്നും എന്നെ അവൻ വിടുവിക്കുമെന്ന് വിശ്വസിക്കുക. അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കുവാനിടയാകും. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നീ ഞങ്ങളെ ദർശിക്കണമേ. സ്വർഗത്തിൽ നിന്ന് നീ ശ്രദ്ധ വെച്ച് കേൾക്കണമേ. വിശ്വാസത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി കൈകൾ ഉയർത്തി, കർത്താവേ എന്നെ സഹായിക്കുമാറാകണമേ എന്ന്. ഏതു ഹൃദയത്തിൽ നിന്നാണ് വേദനയുണ്ടാകുന്നത്? ഏതു ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥനയുണ്ടാകുന്നത്? ഏതു ഹൃദയത്തിൽ നിന്നാണ് ഭാരത്തോടുകൂടി, നിരാശയോടുകൂടി, വേദനയോടുകൂടി നിന്നോടവർ നിലവിളിക്കുന്നത് നന്നായിട്ടറിയുന്നതായ കർത്താവേ, ഞങ്ങളുടെ ഞരക്കങ്ങൾ കേൾക്കുന്നവനേ, ഞങ്ങളുടെ നെടുവീർപ്പുകൾ കേൾക്കുന്നവനേ, യേശുവേ മനസ്സലിയണമേ. ഞങ്ങൾ ഈ ലോകത്തിൽ മടുത്തിരിക്കുന്നു. എവിടെ നോക്കിയാലും കഷ്ടത മാത്രമാണ്. എവിടെ നോക്കിയാലും വേദന മാത്രമാണ്. എവിടെയും ഞങ്ങളെ ദുഃഖിപ്പിക്കുന്നവർ മാത്രമാണ്. എവിടെയും ഞങ്ങളെ നിരാശപ്പെടുത്തുന്നവർ മാത്രമാണ്. എവിടെ നോക്കിയാലും വിമർശിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ആശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. സന്തോഷമില്ലാത്ത അവസ്ഥയിൽ ഞങ്ങളായിരിക്കുന്നു. ഇങ്ങനെയുള്ള ജീവിതം എന്തിന് ജീവിക്കണമെന്നാണ് വിചാരിക്കുന്നത്? നീ ജീവിക്കുന്നുവെന്നും നീ ഞങ്ങൾക്ക് സമാധാനം നൽകുമെന്നും നീ ഞങ്ങൾക്ക് സൗഖ്യം നൽകുമെന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ നീ സംതൃപ്തി നൽകുമെന്നും, മാതാവിനേക്കാൾ ഞങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നവനാണെന്നും പിതാവിനേക്കാൾ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാണെന്നും പരമപിതാവായ നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവേ. നിന്റെ മക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം നിറഞ്ഞ് കവിയുമാറാകണമേ. ഞങ്ങൾക്ക് ക്ഷമിക്കുവാനുള്ള കൃപ നൽകണമേ. സഹിക്കുവാനും ആശ്വസിപ്പിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമേ. അപ്പ, നിന്നിൽ വിശ്വസിക്കുന്നവരാണല്ലോ, നിന്റെ നാമത്തെ ഞങ്ങൾ ധരിച്ചവരാണല്ലോ, നിന്റെ മക്കളെന്ന് ഞങ്ങൾ വിളിക്കപ്പെടുന്നുണ്ടല്ലോ. പിശാചിന്റെ പ്രവൃത്തികൾ ഞങ്ങൾക്ക് എന്തിനാണ്? ഈ ദിവസം മുതൽ നിന്റെ ജീവിതം, നിന്റെ സ്നേഹം, നിന്റെ ജീവിതത്തിലെ ആ വിശുദ്ധി, നിന്റെ നന്മ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരേണ്ടതിന് പരിശുദ്ധാത്മാവ് വൻ കാര്യങ്ങളെ ചെയ്യുമാറാകണമേ. ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് തരികയാണ്. ഇപ്പോഴും ആരെങ്കിലും ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഇതൊരു കഥയാണ് എന്ന അവിശ്വാസത്തോടുകൂടി ആയിരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നീ ചെയ്യുമാറാകണമേ. അപ്പ, ആരും നശിക്കുന്നത് നിനക്കിഷ്ടമില്ലാത്തത് കൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന സകല വ്യക്തികളും നിന്റെ അനുഗ്രഹത്തോടെ, വിടുതലോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ നിന്റെ സാക്ഷികളായി ജീവിക്കാനുള്ള കൃപ നൽകണമേ. ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം നിന്നെ മഹത്വപ്പെടുത്തുവാൻ, ലോകം വിട്ടുപോകുമ്പോൾ നിന്റെ രാജ്യത്തിന് അവകാശിയായി മാറുന്നതിന് ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും എഴുന്നേറ്റ് സമർപ്പിച്ചിരിക്കുന്നതായി നിങ്ങളോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.